ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റിയുടെ ഓപ്ഷൻസ് ലെവൽസ് വെച്ചിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നിഫ്റ്റി മാത്രമല്ല, ബാങ്ക് നിഫ്റ്റി അതുപോലെ സെൻസെക്സിൻ്റെ ലെവൽസ് ഉണ്ട്. അപ്പോൾ സെയിം സ്ട്രാറ്റജി തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിക്ലോസ് ഓപ്ഷൻ 100ലാണ് നമ്മൾ ഈ ലെവൽസ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ലെവൽസ് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ലെവൽസ് വെച്ചിട്ട് എങ്ങനെയാണ് ട്രേഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിഫ്റ്റിയുടെ പ്രീ ഓപ്പൺ മാർക്കറ്റ് പ്രൈസ് കിട്ടണം. നമ്മൾ NSEൻ്റെ വെബ്സൈറ്റിൽ പോവാം. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഡാറ്റയിൽ നമുക്ക് പ്രീ ഓപ്പൺ മാർക്കറ്റ് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു 9-8 ആകുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന റേറ്റ് പ്രീ ഓപ്പൺ മാർക്കറ്റ്. അപ്പോൾ 24,233 റേറ്റിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് തന്നെയായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് അതിന് തൊട്ടടുത്തുള്ള സ്ട്രൈക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ 24,233 എന്ന് പറയുമ്പോൾ നമ്മൾ 24,250 സ്ട്രൈക്കാണ് സെലക്ട് ചെയ്യാറ് സാധാരണയായിട്ട്. അത് നമ്മൾ ആ ഒരു 24,250 കോൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് ലെവൽസ് ഉണ്ട്. അതായത് നമ്മൾ 24,250 കോൾ ഓപ്ഷൻ ചാർട്ടും പുട്ട് ഓപ്ഷൻ ചാർട്ടും ഓപ്പൺ ചെയ്തിട്ട് ഈ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ആ 2 സ്ട്രൈക്കിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കോൾ ഓപ്ഷൻ നോക്കാം. അപ്പോൾ 217, 210, 55 നമ്മൾ ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പുട്ട് ഓപ്ഷൻ 158, 145, 65 ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ലെവൽസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ട്രേഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കോൾ ഓപ്ഷൻ നോക്കാം. അപ്പോൾ കോൾ ഓപ്ഷനിൽ നമുക്ക് ഫസ്റ്റ് ക്യാനിൽ തന്നെ ബ്രേക്കൗട്ട് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണ്ടത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതെങ്കിലും 5 മിനിറ്റ് ഗ്രീൻ ക്യാനിൽ 217 മുകളിൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊരു ബുള്ളിഷ് വ്യൂ ആയിരിക്കും. നമുക്ക് ബൈ സൈഡ് പോകാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബൈ സൈഡ് ഇല്ല, കാരണം ആ ഒരു റെഡ് ക്യാനിൽ താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബെയറിഷ് വ്യൂ ആണ്. ഇത് നമുക്ക് പുട്ട് ഓപ്ഷൻ്റെ കേസ് നോക്കാം. അപ്പോൾ പുട്ട് ഓപ്ഷൻ്റെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കും ഫസ്റ്റ് ക്യാനിൽ തന്നെ 5 മിനിറ്റ് ക്യാനിൽ ബ്രേക്ക് ചെയ്ത് ഗ്രീൻ ക്യാനിൽ മുകളിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബൈ ആണ്. ഓക്കെ, ബുള്ളിഷ് വ്യൂ ആണ്. നമുക്ക് ഈ ക്ലോസിങ്ങിൽ തന്നെ ബൈ എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ക്യാനിൽ വലുതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് റീടെസ്റ്റ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല റീടെസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് ബൈ എടുത്തിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. അതായത് ഈ ഒരു 158, 145, 65 ബൈ സോൺ ആണ്. ആ ലെവൽസൊക്കെ വരെ നമുക്ക് ബൈ ആണ്. അപ്പോൾ അതായത് ഈ ക്ലോസിങ് മുതൽ ഈ ഒരു ലെവൽസ് വരെ ബൈ ആണ്. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ബൈ എടുക്കാം, അല്ലെങ്കിൽ 145, 65 വരുമ്പോൾ ബൈ എടുക്കാവുന്നതാണ്. ഇനി എപ്പോഴാണ് മാർക്കറ്റ് ഈ 145 താഴെ റെഡ് ക്യാനിൽ ക്ലോസ് ചെയ്യുന്നത്, അവിടെ നമുക്ക് എക്സിറ്റ് ചെയ്ത് മാറാം. അതല്ലെങ്കിൽ നമ്മൾ നിശ്ചിത പോയിൻ്റ് താഴെ സ്റ്റോപ്പ് ലോസ് കാണാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. 3 ദിവസത്തെ ട്രയൽ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ആ 3 ദിവസത്തെ ട്രയൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തന്നെ നമ്മുടെ ഇയർലി സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇയർലി സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് നമ്മളിതിൻ്റെ സോഫ്റ്റ്വെയർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ആ സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ നമുക്ക് വർക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ഇയർലി സബ്സ്ക്രിപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഫയൽ നിങ്ങൾക്ക് മെയിലിലേക്ക് സെൻഡ് ചെയ്ത് തരും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ലോഗിനും ഓപ്ഷൻ 100 എന്ന് പറഞ്ഞാൽ ഒരു 2 ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത് ലോഗിനിലാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ലോഗിനിൽ നമുക്ക് ഇതേപോലെ കാണാൻ സാധിക്കും ആപ്പ് ID, സീക്രട്ട് ID. അപ്പോൾ ഈ ഫയൽസിൽ മാത്രമാണ് ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഫയൽസിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യത്തില്ല, കാരണം ഫയൽസിൻ്റെ API ആയിട്ടാണ് ഇത് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് ആപ്പ് ഐഡിയും സീക്രട്ട് ID എടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് ഫയൽസ് API എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. നമുക്ക് ഫയൽസിൻ്റെ API കിട്ടും. myapi.files.in കിട്ടും. ഇല്ല ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്കിവിടെ ക്രിയേറ്റ് ആപ്പ് എന്ന് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു പേര് കൊടുക്കാം. അപ്പോൾ ഞാൻ നിക്കോളാസ് ഓപ്ഷൻ 100 എന്ന് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതിനുശേഷം റീഡയറക്റ്റ് URL. അപ്പോൾ ഈ URL ഞാൻ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. ആ URL നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ആ URL. നിങ്ങൾക്ക് ഇത് നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്യാം. അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഇതൊക്കെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഹിസ്റ്റോറിക്കൽ ഡാറ്റ ആക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് ആപ്പ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആപ്പ് ID കിട്ടിയിട്ടുണ്ട്. ആപ്പ് ID നമ്മൾ കോപ്പി ചെയ്യാം, ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇനി സീക്രട്ട് ID ഉണ്ട്, അത് കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഓക്കെ, മറ്റൊരു ടെർമിനലിൽ നിങ്ങൾ ഫയൽസിൻ്റെ ടെർമിനൽ ഇതുപോലെ ലോഗിൻ ചെയ്ത് വെച്ചേക്കാം. അതിനുശേഷം ഗെറ്റ് ഓതറൈസേഷൻ URL ക്ലിക്ക് ചെയ്യാം. ഇവിടെ ആക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇത് ഫസ്റ്റ് ടൈം മാത്രം ചോദിക്കത്തുള്ളൂ. ജസ്റ്റ് കോപ്പിയോടെ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാം. അതിനുശേഷം ഓതൻറ്റിക്കേറ്റ് ഓൾ സ്കാനേഴ്സിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആപ്പ് IDയും സീക്രട്ട് ID ഒരു തവണ കൊടുത്താൽ മതി. അടുത്ത തവണ അത് ഓട്ടോ സേവ് ആയിട്ടുണ്ടാവും. ജസ്റ്റ് ഗെറ്റ് ഓതറൈസേഷൻ URL ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു കോഡ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി ഡെയിലി. പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആ സോഫ്റ്റ്വെയറിലേക്ക് പോകും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഫയൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യണം.
അതായത് ഈ ഫയൽസ് നമ്മൾ ഡെയിലി നമ്മുടെ ടെലിഗ്രാം ചാനൽ ക്ലോസ് ഓപ്ഷൻ കണ്ട ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്, കണ്ടപ്പോൾ കൊടുത്തിട്ടുണ്ട് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസസ്. അപ്പോൾ ഇത് നമ്മൾ 3 ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാം. അതിനുശേഷം ഇപ്പോൾ നിഫ്റ്റിയുടെ ആണെങ്കിൽ ജസ്റ്റ് നിഫ്റ്റി ഇവിടുന്ന് സെലക്ട് ചെയ്യുക, ചൂസ് ഫയലിൽ ഇവിടുന്ന് നിഫ്റ്റി സെലക്ട് ചെയ്യുക. അതിനുശേഷം ബാങ്ക് നിഫ്റ്റി സെലക്ട് ചെയ്യുക, പിന്നെ സെൻസസ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് വോയിസ് അലർട്ട് വേണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് ഇതേപോലെ ഇട്ടാൽ മതി, വേണ്ടെങ്കിൽ ഡിസേബിൾ ചെയ്യാം. പിന്നെ ഓട്ടോയിൽ ക്ലിക്ക് ചെയ്യാം. അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഇവിടെ ബാങ്ക് നിഫ്റ്റി സെലക്ട് ചെയ്യുക, പിന്നെ നിഫ്റ്റി സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എക്സ്പയർ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് വോയിസ് അലർട്ട് ഇട്ട് കാണിച്ചു തരാം. ഇനി ഇവിടെ ജസ്റ്റ് ഓട്ടോ ക്ലിക്ക് ചെയ്യാം. 24,250 PE 5-minute candle closed above the level. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്ക് വോയിസ് അലർട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴൊക്കെയാണ് നമ്മുടെ ആ ലെവൽസ് മാച്ച് ചെയ്ത് വരുന്നത്, കണ്ടീഷൻ മാച്ച് ചെയ്ത് വരുന്നത്, അപ്പോൾ നമുക്കിവിടെ ബ്രേക്ക് ഔട്ടെന്നും ആ ഒരു വോയിസ് സിഗ്നൽ വരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ആ വോയിസ് വേണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഡിസേബിൾ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 24,250 ഇവിടെ ഓപ്പൺ വന്നിട്ടുണ്ട്, ഇവിടെ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ചാർട്ട് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ VWAPും EMA കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഡിസേബിൾ ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് 5 മിനിറ്റും 1 മിനിറ്റ് ചാർട്ട് ഇട്ടും, ഇങ്ങനെ 5 മിനിറ്റ് ഞാൻ ചാർട്ടാണ് യൂസ് ചെയ്യാറ്. ഇനി നമ്മുടെ ആ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് എത്ര വരെ ഹൈ പോയി അതിൻ്റെ പേഴ്സൻറ്റേജാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ലെവലിൽ നിന്ന് 41% കൂടുതൽ അപ്സൈഡ് പോയിൻ്റായിരുന്നു കേട്ടോ. ഫസ്റ്റ് തന്നെ 5 മിനിറ്റ് ക്യാൻഡിൽ മുകളിലും ബ്രേക്ക് ഔട്ട് ചെയ്ത് ക്ലോസ് ചെയ്തു, അതിനുശേഷം കയറിപ്പോയി. വീണ്ടും താഴെ വന്നു, എക്സാക്റ്റ് നമ്മുടെ ലെവൽ 158 ലെവൽ ടച്ച് ചെയ്തുകൊണ്ടോ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ കണ്ടോ വന്നു, അവിടെ നിന്ന് കയറിപ്പോയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കും ബ്രേക്ക് ഔട്ട് ആ ഒരു രീതിയിൽ. അതല്ലെങ്കിൽ നിങ്ങൾ മാനുവലായിട്ട് ഇതേപോലെ ലെവൽസ് മാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഇവിടെ ബാങ്ക് നിഫ്റ്റി കാണിച്ചു തരാം. നമുക്ക് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യണമെങ്കിൽ ബാങ്ക് നിഫ്റ്റി, അപ്പോൾ ഞാൻ മെയിനായിട്ട് നോക്കുന്നത് നിഫ്റ്റിയിലാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 55,800 ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ദിവസം ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് സ്ട്രൈക്ക് വേണമെങ്കിലും ഇതുവരെ നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് മെയിനായിട്ട് ഓപ്പൺ സ്ട്രൈക്കാണ് നോക്കുന്നത്. ഇപ്പോൾ 55,800 നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ആണോ, ഓപ്പണിങ് തന്നെ ക്യാൻഡിൽ നമുക്ക് സിഗ്നൽ ക്യാൻഡിൽ വന്നു, അതിനുശേഷം നല്ല രീതിയിൽ കയറിപ്പോയി, 56% കയറിപ്പോയി. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഞാൻ സാധാരണ ബൈ എടുക്കാറില്ല, കാരണം ക്യാൻഡിൽ വലുതായതുകൊണ്ട് നമ്മൾ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. റീടെസ്റ്റ് വന്നിട്ട് തിരിച്ച് കയറുമ്പോഴാണ് നമ്മൾ ബൈ എടുക്കാറ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അടുത്ത വേറെ സ്ട്രൈക്കിൽ വേണമെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്ത് നോക്കാം. അതാണ് കണ്ടോ, എല്ലാ സ്ട്രൈക്കും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എക്സാക്റ്റ് നമ്മുടെ ആ പോയിന്റ് ടച്ച് ചെയ്തിട്ടാണ് ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ വന്നിരിക്കുന്നത്. കണ്ടോ, എല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സെൻസെക്സ് വേണമെങ്കിൽ ജസ്റ്റ് സെൻസെക്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ 77,600 സെൻസെക്സ് ഓപ്പൺ വന്നിരിക്കുന്നത്. അപ്പോൾ 77,600 കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനിലും ആ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് ബ്രേക്ക് ഔട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെവൽസിൽ ടച്ച് ചെയ്തിട്ടില്ല. നമ്മുടെ ആ ലെവൽസിൽ ടച്ച് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ബ്രേക്ക് ഔട്ട് സിഗ്നൽ വരത്തുള്ളൂ. ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട് 77,700 വന്നിട്ടുണ്ട്, നമുക്ക് ചെക്ക് ചെയ്യാം. കണ്ടോ, ആ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ വന്നു, അതിനുശേഷം മാർക്കറ്റ് കയറിപ്പോയി, 37% മുകളിൽ കയറിപ്പോയിട്ടുണ്ട്. അതായത് നമുക്കിവിടെ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്ലോസിങ് മുതൽ ഈ ഒരു സപ്പോർട്ട് ലെവൽ വരെ നമുക്ക് ബൈ സോണാണ്. അപ്പോൾ അത് നമുക്ക് താഴേക്ക് വരുന്നതനുസരിച്ച് നമുക്ക് ബൈ കാണാവുന്നതാണ്. ഈ ലെവൽസിന് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കാണാവുന്നതാണ്. അതായത് ലോവർ ലെവൽസിന് താഴെ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കണക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ലോസ് ലെവൽസ് ഉണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് അടുത്ത ഒരു സ്ട്രൈക്ക് കൂടി നോക്കാം. കണ്ടോ, ഇവിടെയും അതേപോലെ വന്നിട്ടുണ്ട്. എക്സാക്റ്റ് നമ്മുടെ ആ ഒരു ലെവലിൽ സപ്പോർട്ട് ടച്ച് ചെയ്തിട്ടാണ് തിരിച്ച് കയറിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ലെവൽസ് നോക്കുന്നതെങ്കിൽ ആദ്യം തന്നെ 3 ദിവസത്തെ ട്രയൽ ചെക്ക് ചെയ്യുക, അതിനുശേഷം മാത്രം നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഇതിനകത്തുണ്ട്, നിങ്ങൾക്ക് ഇയർലി സബ്സ്ക്രിപ്ഷൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇയർലി സബ്സ്ക്രിപ്ഷൻ എടുത്തതിന് ശേഷം എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അതിന് വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം, ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ വാട്സപ്പിൽ നിങ്ങളുടെ മെയിൽ ID എനിക്ക് തരണം. അപ്പോൾ ഞാൻ ഈ സോഫ്റ്റ്വെയർ ഫയൽ നിങ്ങൾക്ക് മെയിലിലേക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, അപ്പോൾ ഇതിൽ ബൈ സെൽ സിഗ്നലല്ല, നമ്മൾ ജസ്റ്റ് ലെവൽസാണ് കൊടുക്കുന്നത്. ആ ലെവൽസ് ഉപയോഗിച്ചിട്ടാണ് ട്രേഡ് ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 3 ദിവസത്തെ ആ ട്രയൽ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങളിപ്പോൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ വാട്സപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അപ്പോൾ നിങ്ങളുടെ നിക്ലാസ് ഓപ്ഷൻ ഹണ്ടർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ചാനൽ ജോയിൻ ചെയ്യുന്ന ലിങ്കും നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.